നിങ്ങൾ ആരെയാണ് ഇത്രയും പേടിക്കുന്നത്? രാത്രിയിൽ തനിയെ ഇരിക്കുമ്പോൾ അവർ വരുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടോ? നിങ്ങൾ കണ്ടത് നുണയാണെന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾ കേട്ടത് വെറും തോന്നലാണെന്ന് അവർ ആവർത്തിക്കുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചു തുടങ്ങിയില്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ രൂപത്തിന് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചില്ലേ? സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് അവർ നിങ്ങളെ പച്ചയ്ക്ക് തിന്നുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് പൊട്ടിച്ചിരിച്ചിരുന്ന ആ കുട്ടി എവിടെയാണെന്ന്. ആരുടെയൊക്കെയോ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചില്ലേ? ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിങ്ങളെ അവര് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് സൈക്കോളജിയിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. മുറിവേൽപ്പിക്കാതെ ഒരാളെ കൊല്ലുന്ന വിദ്യ. അവർ നിങ്ങളുടെ ആത്മവിശ്വാസം ഓരോ തരിയായി അറുത്തെടുക്കും. നിങ്ങൾ തെളിവ് കാണിച്ചാൽ അവർ പൊട്ടിത്തെറിക്കും. ഒടുവിൽ തെറ്റ് ചെയ്യാത്ത നിങ്ങൾ എന്തിനെന്നറിയാതെ അവരുടെ കാല് പിടിച്ച് കരയും. അവിടെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന ആ മാനസികാവസ്ഥ തുടങ്ങുന്നത്. സ്നേഹമാണെന്ന് കരുതി നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പച്ച വിഷമാണ്. അവർ നിങ്ങളെ തലോടുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കാനല്ല, അടുത്ത മുറിവ് എവിടെ ഏൽപ്പിക്കണമെന്ന് നോക്കാനാണ്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് അവരെ വിട്ടുപോരാൻ പറ്റാത്തത്? അതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അവർ നിങ്ങളെ അടിക്കും, എന്നിട്ട് അവർ തന്നെ വന്ന് മരുന്ന് പുരട്ടും. ആ മരുന്നിന്റെ സുഖത്തിൽ നിങ്ങൾ ആ പഴയ അടി മറന്നുപോകും. ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ടവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ നിങ്ങൾ അവരിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലും. അവർ നിങ്ങളെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി സഹായത്തിനായിട്ട് വിളിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ തനിച്ചായി. പുറമെ നോക്കുന്നവർക്ക് നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് ആയിരിക്കും. പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ തനിയെ ഇരുന്ന് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവ് വിറയ്ക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ മുറിവുകളിൽ നിന്നൊന്നും രക്തം വരുന്നില്ല, പക്ഷെ ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമാണ്, അല്ലേ? നിങ്ങൾ മോശക്കാരല്ല, നിങ്ങൾ തെറ്റുകാരല്ല, നിങ്ങളൊരു തടവറയിലാണ്. അതിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. നിങ്ങളുടെ ഓർമ്മകൾ ശരിയാണ്, നിങ്ങളുടെ വേദന സത്യമാണ്. ആ ഭ്രാന്തിന്റെ ലോകത്ത് നിന്ന് പുറത്തു വരാൻ നിങ്ങൾ അർഹരുമാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളോടെങ്കിലും ഇത് തുറന്നു പറയണം. കാരണം ചിലപ്പോ ഈ ഒരു വീഡിയോ ആയിരിക്കും ഒരാളുടെ ആത്മഹത്യയെ പോലും തടയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം വന്നോ എങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക. അവരൊറ്റയ്ക്കല്ലെന്ന് അവരോട് പറയുക. സ്വയം വിശ്വസിക്കുക. ആ ചങ്ങലകൾ പൊട്ടിക്കുക. നിങ്ങൾ തനിച്ചല്ല. ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ തനിച്ചല്ല. താങ്ക് യു.